ഞാൻ മുതലാളിയോട് ചോദിച്ചു നോക്കി, പക്ഷേ പണം കിട്ടിയില്ല. ഒരു വലിയ നർത്തകിയായി തീരാൻ എനിക്കെന്ത് മോഹമായിരുന്നു. പക്ഷേ ഭാഗ്യമില്ല സാറല്ലേ. അച്ഛനോട് ചോദിച്ചാൽ തരില്ലേ? കിട്ടുന്ന കാശ് കുടിക്കാൻ പോലും തികയാത്ത ആളാണ് അച്ഛൻ. വേണ്ട സാറല്ലേ, ഞാൻ എന്റെ ആഗ്രഹങ്ങളുമായി ഇങ്ങനെ കഴിഞ്ഞോളാം. നീ പൊയ്ക്കോളൂ. നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. വാസുദേവ, ഏതാണ് ആ പെൺകുട്ടി? എന്തോ ഡാൻസ് പഠിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടു. അത് നമ്മുടെ നാരായണൻ ഭാഗവതര മകളാ സാർ, അനിത. അയ്യോ പാവങ്ങളാ സാറേ. ചേറ്റിലെ ചെന്താമര. എടോ, ഇന്ന് വരെ എന്റെ വലയിൽ കുടുങ്ങിയിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം മീനാണ് ഗോൾഡൻ ഫിഷ്. അവൾക്ക് ഡാൻസ് പഠിക്കണമല്ലേ? വാസുദേവ വരൂ. എല്ലാം മനസ്സിലായല്ലോ. നിന്നെ ഞാനൊരു വലിയ നർത്തകിയാക്കും. എങ്ങനെയുണ്ട് മാഷേ നമ്മുടെ കുട്ടി? ഇത്രയും സമൃദ്ധിയായ ഒരു ശിഷ്യ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി നല്ലൊരു ദിവസം നോക്കി അരങ്ങേറ്റം നടത്തുകയേ വേണ്ടു. അനിത ലോകം അറിയപ്പെടുന്ന ഒരു നർത്തകയായി തീരും. അതിനുവേണ്ടി അല്ല മാസ്റ്റേ ഞാൻ എന്റെ പണം ചെലവഴിച്ചത്. എനിക്ക് മനസ്സിലായില്ല. അരങ്ങേറ്റം എന്റെ മണിയറയിൽ വെച്ച് മതി. ഞാൻ അവളുടെ അച്ഛനുമായി സംസാരിച്ചോളാം. അതല്പം ആലോചിക്കേണ്ട കാര്യമാണല്ലോ. എത്ര ആലോചിക്കാൻ? അതങ്ങ് സമ്മതിക്കേ വേണ്ടു. വാസുദേവ, ചുരുട്ട്. ചുരുട്ടല്ലേ സാറേ കയ്യിലിരിക്കുന്നേ? ഓ വാസുദേവ, ഞാനതങ്ങ് മറന്നു. എന്താ നോക്കുന്നേ? കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഇത് മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. ഇതുകൂടെ ഭാഗവതരങ്ങ് കുടിച്ചാട്ടെ. കോടീശ്വരനായ ചന്ദ്രശേഖര കൈമൾ എന്റെ മകളുടെ ഭർത്താവിന് ആഗ്രഹിച്ചത് എന്റെ മനസ്സിന്റെ നേരുകൊണ്ട. അപ്പോൾ മകളുടെ സമ്മതം? എന്റെ സമ്മതം തന്നെ, അവളുടെ സമ്മതം. ഇതൊന്ന് നടന്നു കിട്ടിയാൽ പിന്നെ ഭാഗവതർ ആരാ? അതിന്റെ മഹിമ എന്താ? അനിതയുടെ സമ്മതം കിട്ടിയാൽ ആ നിമിഷം വിവാഹം നടക്കും. ഞാൻ സമ്മതിപ്പിക്കും സാർ. എന്റെ വാക്ക് അവൾ ഒരിക്കലും തട്ടിക്കളഞ്ഞിട്ടില്ല. എന്റെ ആശയെല്ലാം ഇന്ന് സാധിച്ചു. മോളെ, നമ്മള് രക്ഷപ്പെട്ടടി. എടാ കൈമളെ, ഇന്ന് മുതൽ നീ എന്റെ മരുമോനാടാ. ഏതായാലും ഇതെന്റെ വിധിയാണ്. ഇത് ഇതിനനുസരിച്ച് ജീവിക്കതന്നെ. ഒരു നല്ല ഭാര്യയായി ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതിനും എനിക്ക് മടിയില്ല. മകളെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ജോലിക്കാരെ എല്ലാം പറഞ്ഞു വിട്ടു. സൊസൈറ്റിയിൽ എന്റെ സ്ഥാനം നിലനിർത്താൻ ഞാൻ പല വേഷങ്ങളും കിട്ടും. പക്ഷെ ആത്മാർത്ഥ സ്നേഹിതൻ എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. ആരാണത്? ടൈഗർ. കമോൺ കമോൺ കമോൺ. ഇതാണ് നിന്റെ കൊച്ചമ്മ. യു ഗോ ഗോ. ഈ നിറഞ്ഞ സൗന്ദര്യം മറ്റൊരാൾ അനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. സ്വാർത്ഥതയാണ്, എങ്കിലും ഞാൻ അതിനടിമയാണ്. അനിതയ്ക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതി. അടുത്ത നിമിഷം അത് സാധിച്ചിരിക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ബോറടിച്ചു എങ്കിൽ ഞാൻ രണ്ട് നല്ല തമാശ പറയാം. എന്തെങ്കിലും ആഹാരം വെക്കാം. വെക്കാനോ? ഓ
നമുക്ക് മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. ആ ഒരു പിടിയും കിട്ടുന്നില്ല. ടെലഗ്രാം വരെ അങ്ങനത്തെ സമയം. ആഹാരം എടുത്തു വെച്ചു. ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിവാഹവും സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന് അനുശോചനം അറിയിച്ചിരിക്കുന്നു. ആരുടെ ടെലഗ്രാമാണ്? എന്റെ മകളുടെ. അതുകൊണ്ടായിരിക്കും നമ്മളുടെ വിവാഹത്തിന് അവൾ സമ്മതിക്കാതിരുന്നത്. അവളുടെ കൂടെ ജീവിതം ഉദ്ദേശിച്ചായിരിക്കും അവൾ ഇങ്ങനെ കമ്പിയടിച്ചത്. എന്റെ നിലയും വിലയും വെച്ച് ഒരു കുബേരകുമാരനെ കൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ പക്ഷേ ഒന്നുമില്ല, അവർ സുഖമായി കഴിയുന്നു. വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. വരൂ. ചോറ് വിളമ്പട്ടെ? എനിക്ക് ചോറ് വേണ്ട. ബ്രെഡ് ബട്ടർ എടുക്കട്ടെ? വേണ്ട വേണ്ട, നെയ്യും വെണ്ണയും ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഉഗ്രനുണ്ടല്ലോ, ഇതെല്ലാം അവന്റെ വളങ്ങളാണ്. അത് കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെയും ഹാർട്ട് അല്പം വീക്കാണ്. എങ്കിൽ ചായ ഇട്ടുകൊണ്ട് വരട്ടെ? ചായയിൽ പഞ്ചസാര ഇടണ്ട, അത് ആവശ്യത്തിന് ഞാൻ കരുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ കഴിക്കുന്നത്? എണ്ണമയമില്ലാത്ത ഒരു ചപ്പാത്തി, ദാഹിക്കുമ്പോൾ അല്പം നാരങ്ങ വെള്ളം, രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് വിതൗട്ട് ഷുഗർ. ആഹാരം കഴിക്കാതിരുന്നാൽ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയില്ലേ? അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ഗുളികകളും ടോണിക്കുകളും വാങ്ങി വെച്ചിട്ടുണ്ട്. അതല്ലേ എന്റെ ആരോഗ്യ രഹസ്യം. പക്ഷെ അനിത ഈ പ്രായത്തിൽ ഇതെല്ലാം കഴിക്കണം. അതുകൊണ്ടല്ലേ സാധനങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം, കൊഴുപ്പ്, എരിവ്, പുളി, ഉപ്പ് ഇവ കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്. രോഗങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇവ ലൈംഗിക വികാരങ്ങളെ വർദ്ധിപ്പിക്കും. നമുക്കെല്ലാം മിതമായിട്ട് മതി. പോരെ? ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. ഭാര്യയുടെ കൈകൊണ്ട് ആഹാരം, പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശയനസുഖം. വരും. ആദ്യ ഭാര്യയ്ക്ക് രോഗശൈലിയിൽ നിന്നും എഴുന്നേൽക്കാൻ സമയമില്ലായിരുന്നു. പിന്നെ ഒരു കുഞ്ഞുണ്ടായെന്ന് മാത്രം. അവളെ ഞാൻ ജീവനെ പോലെ വളർത്തി. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, പറയട്ടെ. അനിതയ്ക്ക് സാധിക്കുന്ന കാര്യം തന്നെയാണ്. അറിയൂ. ചിലങ്കകൾ കൊണ്ടുവന്നിട്ടില്ലേ? അത് കെട്ടി ഒരു ഡാൻസ് ചെയ്യും. വെസ്റ്റേൺ ഡാൻസ് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതായാലും ഏറ്റവും നല്ലത്. ഞാൻ മ്യൂസിക് ഇട്ട് തരാം. Come on, come on, dance, dance. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉടൻ നൃത്തം വരില്ല. എന്റെ ഒരു കൊതിയായി. പിന്നീടാവും. ഓക്കെ, അത് മതി. മൂട് വരുമ്പോ മതി. എങ്കിലേ ഒരു രസമുണ്ടാവും. വരും, കിടക്കാം. അല്ല, നീ ഒരു ചിത്രകാരി കൂടിയാണോ? എന്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ലെന്നർത്ഥം. ഓ യെസ്, ഞാൻ കാണുന്നുണ്ട്. വരയ്ക്കൂ. അഗസ്ത്യ മഹർഷി
കടൽ കുടിച്ച് വറ്റിച്ച കഥ നീ കേട്ടിട്ട് ഇപ്പോൾ നീ ഒരു സൗന്ദര്യ കടലും ഞാൻ അഗസ്ത്യനുമാണ്. എനിക്ക് ആസ്മയുടെ ഒരു ട്രബിളുണ്ട്. അനിതേ, ഉറങ്ങല്ലേ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം.